ബിഗ് കാറ്റ്സിൽ ഇന്നും നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ ജീവികളാണ് സിംഹങ്ങളും കടുവകളും. ഈ രണ്ട് ജീവികളിലും ഏറ്റവും വലിയ ശക്തൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കടുവ എന്ന് മാത്രമേ എല്ലാവർക്കും പറയാൻ ഒരു ഉത്തരം കാണുകയുള്ളൂ. കാരണം സിംഹത്തേക്കാൾ വലിയ ശരീരവും അതുപോലെ ശക്തിയും കടുവയ്ക്കാണ് ഉള്ളത്. എന്നാൽ കാട്ടിലെ യഥാർത്ഥ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ സിംഹം എന്നാണ് എൻ്റെ ഉത്തരം. ഒരു സൈന്യത്തിലെ സൈന്യാധിപൻ രാജാവിനേക്കാൾ ശക്തിയും വലിപ്പവുമുള്ള ആളായിരിക്കും. എന്നാൽ ആ സൈന്യത്തിന്റെ പൂർണ്ണ അധിപൻ അല്ലെങ്കിൽ ഏറ്റവും അധികാരമുള്ള ആൾ രാജാവാണ്. അതുപോലെ തന്നെയാണ് കാട്ടിലും ഒരു രാജാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും, അതുപോലെ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു രാജാവിന്റെ ആ ഒരു പ്രൗഢിയും ആ രാജപ്രൗഢി ഉണ്ടല്ലോ, അതൊക്കെ സിംഹത്തിന് തന്നെയാണ് ഉള്ളത്. എന്തായാലും ആദ്യം നമുക്ക് ഈ രണ്ട് ജീവികളുടെയും പ്രത്യേകതകൾ നോക്കാം. പ്രായപൂർത്തിയായ ഒരു ആൺസിംഹത്തിന് 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമാണുള്ളത്. 375 കിലോഗ്രാം വരെ ഭാരമുള്ള സിംഹങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. കടുവകൾക്ക് 250 മുതൽ 400 കിലോഗ്രാം വരെ ഭാരം കാണും. ഏകദേശം 423 കിലോഗ്രാം വരെ ഭാരമുള്ള കടുവകളെ കണ്ടിട്ടുണ്ട്. എന്തായാലും വലിപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കടുവകൾ തന്നെയാണ്. ഈ രണ്ട് ജീവികളും ഏറ്റവും മസിൽ മാസ് ഉള്ളത്, ഈ രണ്ട് ജീവികളിലും ഏറ്റവും മസിൽ മാസ് ഉള്ളത് കടുവകൾക്ക് തന്നെയാണ്. സിംഹം മണിക്കൂറിൽ 50 മൈൽ സ്പീഡിലും കടുവ ഏകദേശം 37 മൈൽ സ്പീഡിലുമാണ് ഓടുന്നത്. വേഗതയുടെ കാര്യത്തിൽ സിംഹം കുറച്ച് കടുവയേക്കാൾ മുന്നിലാണ്. തോൽവി ഉറപ്പാക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ സിംഹത്തിനെ ഓടി രക്ഷപ്പെടാൻ ഇത് സഹായിക്കാൻ സാധ്യതയുണ്ട്. ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധിയാണ് രാജാവിന് വേണ്ടത്. നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പായ ഒരു യുദ്ധത്തിൽ ഓടി രക്ഷപ്പെടുക തന്നെയാണ് വേണ്ടത്, തൻ്റെ ജീവൻ നിലനിർത്തുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ഓടി രക്ഷപ്പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കടുവ സാധാരണയായി പിൻകാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയും സ്വതന്ത്രമായ 2 മുൻകാലുകൾ ഉപയോഗിച്ച് എതിരാളിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് സിംഹം സാധാരണയായി നിലത്ത് നിൽക്കുകയും 3 കൈകാലുകൾ നിലത്തുറപ്പിച്ച് സ്വതന്ത്രമായ മുൻകൈ കൊണ്ട് ശക്തിയായി ശത്രുവിനെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അതുപോലെ കടുവ യുദ്ധസമയത്ത് ഒന്നും നോക്കാതെ ശത്രുവിനെ ചന്നം ഭിന്നം ആക്രമിക്കുകയാണ് ചെയ്യുക. എന്നാൽ അവിടെ സിംഹം 3 കൈകാലുകളും നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ശക്തിയായി പ്രഹരിക്കുകയാണ് ചെയ്യുക. അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഹരമായിരിക്കും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കടുവയ്ക്ക് ലഭിക്കുക. കടുവകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവികളാണ്. എന്നാൽ സിംഹങ്ങൾ സാമൂഹിക ജീവികളാണ്. കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടാണ് സിംഹം ഒരു രാജകീയ രീതിയിൽ ജീവിക്കുന്നത്. ഒരു ആൺസിംഹത്തിനെ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ സിംഹം ജീവിക്കുന്ന കുടുംബത്തിനെ മറ്റു ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന ചുമതല മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ടെറിട്ടറി നോക്കുക, അങ്ങനെയുള്ള മറ്റ് ഇൻട്രൂഡർമാർ, എതിരാളികൾ വരുന്നുണ്ടോ എന്ന് നോക്കുക, അത് മാത്രമാണ് ഒരു ആൺസിംഹത്തിന്റെ ആ കുടുംബത്തിലെ ചുമതല, ആ പ്രൈഡിന്റെ ചുമതല. വേട്ടയാടലും കുട്ടികളെ നോക്കലും ഒക്കെ പെൺസിംഹങ്ങളാണ് ചെയ്യുന്നത്. പെൺസിംഹം വേട്ടയാടിയ ഭക്ഷണം ആദ്യം കഴിക്കുന്നത് ആൺസിംഹങ്ങളാണ്. ഒരു സിംഹക്കൂട്ടങ്ങളുടെ പ്രൈഡിൽ 1, 2 അല്ലെങ്കിൽ 3 സിംഹങ്ങൾ വരെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതുപോലെ പ്രായപൂർത്തിയായ ആൺസിംഹങ്ങളെ പ്രൈഡിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ട സിംഹങ്ങൾ മറ്റൊരു പ്രൈഡിലെ സിംഹത്തിനെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ സൗഹൃദപരമായ ആ ഗ്രൂപ്പിൽ ചേർന്നാണ് ജീവിക്കുന്നത്. ഒരു പ്രൈഡിൽ ചേരുന്നത് വരെ ആൺസിംഹങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടണം. എന്നാൽ കടുവകളുടെ ജീവിതം നേരെ മറിച്ചാണ്. ഇണചേരുമ്പോൾ മാത്രമാണ് കടുവകളെ ഒരുമിച്ച് കാണാറുള്ളത്. അതുപോലെ അമ്മയെയും കുട്ടികളെയുമാണ് ഒരുമിച്ച് കാണുന്നത്. ഒരു കാട്ടിലെ ഏറ്റവും വലിയ ഇരയെ ചിലപ്പോൾ ആനയെ വരെ കടുവകൾ കീഴ്പ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും കാട്ടുപോത്തിനെയാണ് കടുവകൾ ഉന്നം വയ്ക്കാറുള്ളത്. ഇരയെ വേട്ടയാടി അതിനുശേഷം അഴുകിയതിനു ശേഷമാണ് കടുവകൾ തിന്നു തുടങ്ങുന്നത്. കടുവകൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ കടുവകൾക്ക് എതിരാളികൾ സിംഹങ്ങളെക്കാൾ കുറവാണ്. സിംഹങ്ങൾക്ക് തങ്ങൾ ജീവിക്കുന്നിടത്ത് ഒരുപാട് എതിരാളികളുണ്ട്. അതിൽ കഴുതപ്പുലികളാണ് സിംഹത്തിന്റെ പ്രധാന എതിരാളികൾ. അതുപോലെ കാട്ടുനായ്ക്കൾ, ചീറ്റപ്പുലികൾ, ലെപ്പേഡുകൾ എന്നിവയൊക്കെ പ്രധാനമായും സിംഹത്തിന്റെ എതിരാളികൾ തന്നെയാണ്. സിംഹങ്ങൾ കൂട്ടങ്ങളായതുകൊണ്ട് നല്ല രീതിയിൽ ഇവരെ എതിർത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു കാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സവാനയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. സിംഹക്കൂട്ടങ്ങൾ ആനയെ വരെ എതിർത്ത് കീഴ്പ്പെടുത്താറുണ്ട്. അതുപോലെ ജിറാഫിനെ പോലെയുള്ള വലിയ ജീവികളെയും ചില സാഹചര്യങ്ങളിൽ കീഴ്പ്പെടുത്താറുണ്ട്. അങ്ങനെയൊക്കെ ഇരകളെ കീഴ്പ്പെടുത്താനുള്ള ബുദ്ധി കടുവകളെക്കാൾ സിംഹങ്ങൾക്കാണ് ഉള്ളത്. എന്നാൽ കാട്ടിൽ കടുവകൾക്ക് എതിരാളികൾ കുറവാണ്. എന്നാലും കരടിയുടെ മുമ്പിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. കടുവയുടെ കാര്യം കുറച്ച് സീനാണ്. കാട്ടിലെ സൈക്കോകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കരടികളെ വിളിക്കാൻ സാധിക്കും. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കരടികളെ കുറിച്ച് സംസാരിക്കാം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ
ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കൊണ്ടും കൊടുത്തും തങ്ങളുടെ വംശം നിലനിർത്തുന്ന ആളുകളാണ് യഥാർത്ഥ രാജാക്കന്മാർ. ഇന്ന് ലോകത്ത് കടുവകളേക്കാൾ കൂടുതൽ സിംഹങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. 4000 മുതൽ 6000 കടുവകളാണ് ലോകത്ത് ഇപ്പോൾ ഉള്ളത്. എന്നാൽ 20,000 മുതൽ 40,000 സിംഹങ്ങളാണ് ലോകത്ത് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും തന്റെ വംശവർദ്ധനവ് നടത്തുന്ന ജീവികൾ തന്നെയാണ് കാടിന്റെ അധിപന്മാർ. ഇവിടെ സിംഹങ്ങളെക്കാളും ശക്തന്മാർ കടുവകൾ തന്നെയാണ്. എന്നാൽ കാട്ടിലെ രാജാവ് ബുദ്ധിയിലും എണ്ണത്തിലും കൂടുതലുള്ള സിംഹങ്ങൾ തന്നെയാണ്. ഒരു സിംഹവും കടുവയും നേരിട്ട് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സിംഹം ജയിക്കാനുള്ള സാധ്യത ഏകദേശം 10 മുതൽ 30% വരെയായിരിക്കും. എന്നാൽ സിംഹങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് ചെല്ലാറില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടുവയ്ക്ക് ഒരു ചാൻസുമില്ല. കൂട്ടമായി വരുന്ന സിംഹക്കൂട്ടത്തെ എതിർക്കാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കടുവയ്ക്ക് സാധിക്കില്ല. ഇവിടെ എങ്ങനെ ജയിക്കുന്നു എന്നതിലല്ല കാര്യം, ജയിച്ചു എന്നതിലാണ് കാര്യം. രാജാവിന്റെ സ്വഭാവം അനുസരിച്ച് ഏതൊരു രീതിയിലും ശത്രുവിന് ജയിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിംഹങ്ങൾ തന്നെയാണ് മുന്നിൽ. കൂട്ടമായി വന്നു, ഒറ്റയ്ക്ക് വന്നു, എങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ബുദ്ധി ഇവിടെ എങ്ങനെ കീഴ്പ്പെടുത്തി എന്ന് മാത്രം നോക്കിയാൽ മതി.